14 വർഷം തടവിലാക്കപ്പെട്ട് കഴിയേണ്ടി വന്ന മരിയാന എന്നൊരു കന്യാസ്ത്രീ. ശുദ്ധമായ കാറ്റ് കിട്ടാതെ, ആരെയും കാണാൻ കഴിയാതെ, ഒന്ന് നടക്കാൻ പോലും ആവാത്ത കല്ലുകളാൽ കെട്ടിമറിച്ച ഇടുങ്ങിയ ഇരുണ്ട തടവറയ്ക്കുള്ളിൽ നീണ്ട 14 വർഷം അവർ എങ്ങനെ കഴിഞ്ഞു? ഇത്രയും ക്രൂരമായ ശിക്ഷ കിട്ടാൻ അവൾ എന്ത് കുറ്റമായിരുന്നു ചെയ്തത്? So today we will be exploring the true story of Nun of Monza with my channel Mystery Busters. മരിയാന ഡിലൈവ, അതായിരുന്നു അവളുടെ മുഴുവൻ പേര്. 1575 ഡിസംബർ 4 ഇറ്റലിയിലെ മിലാനിയിലായിരുന്നു അവൾ ജനിച്ചത്. മോൺസയിലെ പ്രഭുവായിരുന്ന മാർട്ടിനോ ഡിലൈവയുടെയും മിലാനിയിലെ ഏറ്റവും ധനികനായ ബാങ്കർ ടൊമോസയുടെ മകളായ വെർജീനിയ മരിയ മരിയാനയുടെയും മകളായിരുന്നു മരിയാന. ചാൾസ് അഞ്ചാമന്റെ സേവനത്തിൽ ഇറ്റലിയിലെ കുപ്രസിദ്ധരായ കമാൻഡറും ചാൾസ് അഞ്ചാമനിൽ നിന്ന് കൗണ്ടി എന്ന പദവി പാരമ്പര്യമായി ലഭിച്ച സ്പെയിൻകാരനായ ആന്റണിയോ ലൈവ മരിയാനയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. മിലാനിലെ ആദ്യത്തെ സ്പാനിഷ് ഗവർണറും എസ്കോളിലെ രാജകുമാരനുമായ ലൂയിസ് ഡി ലൈവയുടെ മകനായിരുന്നു മരിയാനയുടെ അച്ഛനായ മാർട്ടിനോ. തികച്ച സമ്പത്തുള്ള ഒരു രാജകുടുംബമായിരുന്നു അവരുടേത്. അങ്ങനെയിരിക്കെ 1576 മരിയാനയുടെ അമ്മ വെർജീനിയ പ്ലേഗ് ബാധിതയായി മരണപ്പെട്ടു. ആ സമയത്ത് മരിയാനയ്ക്ക് 1 വയസ്സ് മാത്രമായിരുന്നു പ്രായം. വെർജീനിയ മരിക്കുന്നതിന് മുമ്പ് അവരുടെ സ്വത്തിന്റെ പകുതി മരിയാനയ്ക്കും ബാക്കി പകുതി അവരുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയായ മാർക്കോ പിയയുടെ പേരിലും എഴുതി വെച്ചു. എന്നാൽ മാർക്കോ പിയയുടെ സഹോദരിമാർ വെർജീനിയയുടെ വിൽപത്രത്തെ ചൊല്ലി തർക്കിക്കാൻ തുടങ്ങി. മരിയാനയെ എങ്ങനെയെങ്കിലും സ്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരുന്നു. അമ്മയുടെ മരണശേഷം മരിയാന 1588 വരെ കഴിഞ്ഞത് അവരുടെ ആന്റിമാർക്കൊപ്പമായിരുന്നു. 1589 ആയപ്പോഴേക്കും മരിയാനയുടെ അച്ഛൻ മാർട്ടിനോ മറ്റൊരു വിവാഹം കഴിച്ചു. ആ സമയത്ത് മരിയാനയ്ക്ക് 13 വയസ്സായിരുന്നു പ്രായം. മരിയാനയുടെ കുട്ടിക്കാലത്ത് ആരുടെ സ്നേഹവും സംരക്ഷണവും ഇല്ലാതെയായിരുന്നു കടന്നുപോയത്. അമ്മയുടെ മരണവും അച്ഛന്റെ രാജ്യകാര്യത്തിലുള്ള തിരക്കേറിയ ജീവിതവും അവളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയിരുന്നു. മാർട്ടിനയ്ക്ക് മരിയാനയെ സെന്റ് മാർഗരറ്റ് കോൺവെന്റിലെ കന്യാസ്ത്രീയാക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അയാൾ അതിനുവേണ്ടി അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ മനസ്സില്ലാ മനസ്സുള്ള അയാളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി. വിയ അസോൺ ഡി പോർട്ട് ഡി ഗ്രാൻഡിലായിരുന്നു ഈ കോൺവെന്റ്. വിയ ഡെല്ല ഡിഗോ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ തെരുവിലൂടെ മാത്രമേ ഈ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ 1591 ഓഗസ്റ്റ് 26 മരിയാന കന്യാസ്ത്രീ പട്ടം സ്വീകരിക്കുന്നതിന് ചർച്ചിലേക്ക് പോയി. ആ ദിവസം മരിയാനയോടൊപ്പം മറ്റു 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ 4 പെൺകുട്ടികളെ സ്വയം വിശദീകരിക്കുന്നതിന് ആർച്ച് ബിഷപ്പ് സാക്ഷ്യം വഹിച്ചു. ബെനഡിറ്റ ഫെലിസ്, ഒട്ടാവിയ, കാറ്ററീന കാസിനി എന്നിവരായിരുന്നു ആ മറ്റ് പെൺകുട്ടികൾ. മരിയാന കന്യാസ്ത്രീ പട്ടം സ്വീകരിക്കുന്നതിനായി തന്റെ പേര് മാറ്റി അവളുടെ പ്രിയപ്പെട്ട അമ്മയായ വെർജീനിയ മരിയയുടെ പേര് സ്വീകരിച്ചു. തുടർന്ന് അവൾ സിസ്റ്റർ വെർജീനിയ മരിയ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സിസ്റ്റർ വെർജീനിയ കോൺവെന്റിലെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിലെ അധ്യാപികയായി. ധനിക കുടുംബത്തിൽ നിന്നുള്ള ആളായതിനാൽ മരിയാനയ്ക്ക് കോൺവെന്റിൽ സ്വന്തമായൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അവരുടെ കോൺവെന്റിന്റെ തൊട്ടടുത്തായി താമസിച്ചിരുന്ന യുവ പ്രഭുവായ ജിയോവന്നി പൗലോ ഒസിയോ എന്നൊരു ചെറുപ്പക്കാരൻ ഒരിക്കൽ സിസ്റ്റർ വെർജീനിയെ കാണാനിടയായി. അവർ തമ്മിൽ സൗഹൃദത്തിലായി. ക്രമേണ ഈ സൗഹൃദം പ്രണയമായി മാറി. അവർ പരസ്പരം കത്തുകൾ അയക്കാൻ തുടങ്ങി. സിസ്റ്റർ വെർജീനിയ ജനലിലൂടെ കയറിന്റെ സഹായത്തോടെ കത്തുകൾ ഒസിയോയുടെ പൂന്തോട്ടത്തിലെത്തിക്കുമായിരുന്നു. അവരുടെ ഈ പ്രണയബന്ധത്തിന് കോൺവെന്റിലെ കുറച്ച് കന്യാസ്ത്രീകളും ഒസിയോയുടെ സുഹൃത്തും പുരോഹിതനുമായ പൗലോ അരിസോണയും സഹായികളായി ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒസിയോ ഒരു കൊല്ലപ്പണിക്കാരന്റെ സഹായത്തോടെ കോൺവെന്റിന്റെ ഉള്ളിൽ കടക്കാനുള്ള രഹസ്യവാതിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കി. ഈ താക്കോലിന്റെ സഹായത്തോടെ ഒസിയ നിത്യവും രാത്രി സിസ്റ്റർ വെർജീനിയെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സിസ്റ്റർ വെർജീനിയ ഗർഭിണിയാവുകയും 1602 അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഇതിനുശേഷം കുറച്ചു നാളത്തേക്ക് ഒസിയ അവിടെ വരുന്നത് നിർത്തിവെച്ചു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഒസിയ സിസ്റ്റർ വെർജീനിയെ കാണാൻ വീണ്ടും എത്തി. അങ്ങനെ 1603 ആയപ്പോഴേക്കും സിസ്റ്റർ വെർജീനിയ ഒരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകി. അവർ അവൾക്ക് ആൽമ ഫ്രാൻസെസ്ക മാർഗരേറ്റ എന്ന് പേരിട്ടു. അങ്ങനെ ആൽമയെ 2 വർഷത്തിനു ശേഷം ഒസിയോ തന്നോടൊപ്പം കൊണ്ടുപോയി. അയാൾ അവളെ തന്റെ മകളായി നിയമപരമായി സ്വീകരിച്ചു. 1606 ആയപ്പോഴേക്കും കോൺവെന്റിലെ സിസ്റ്റർ കാറ്ററീന കാസിനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അതൃപ്തി തോന്നി. അവർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട സിസ്റ്റർ വെർജീനിയ സത്യമെല്ലാം പുറത്തറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് വല്ലാതെ ഭയന്നു. എങ്ങനെയെങ്കിലും സിസ്റ്റർ കാറ്ററീനെ വകവരുത്തണമെന്ന ചിന്തയുണ്ടായി. അതിനായി ഒസിയയും സിസ്റ്റർ വെർജീനിയയും ചേർന്ന് ഗൂഢാലോചനകൾ നടത്താൻ തുടങ്ങി. ഇതിന്റെ ആദ്യപടി എന്ന പോലെ സിസ്റ്റർ വെർജീനിയ
തന്റെ പണത്തിന്റെയും അധികാരത്തിന്റെ അഹങ്കാരത്തിൽ സിസ്റ്റർ കാറ്ററിനിയെ കോൺവെന്റിലെ രഹസ്യമുറിയിൽ അടച്ചു. ഈ അവസരം മുതലെടുത്ത ഒസിയോ സിസ്റ്റർ വെർജീനിയയുടെയും സഹായികളുടെയും സഹായത്തോടെ സിസ്റ്റർ കാറ്ററിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അവരുടെ മൃതദേഹം മറവു ചെയ്യുന്നതിനായി ആദ്യം അവരുടെ തലവെട്ടി കിണറ്റിലെറിഞ്ഞു. ബാക്കി ശരീരഭാഗം കുഴിച്ചിടുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ കാറ്ററിനെ കാണാനില്ലെന്ന വാർത്ത കോൺവെന്റിലാകെ പരന്നു. എല്ലാവരും സിസ്റ്ററിനെ കണ്ടെത്താനായി എല്ലായിടത്തും തിരച്ചിൽ നടത്തി. പക്ഷെ സിസ്റ്ററിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താനായില്ല. എന്നാൽ സിസ്റ്റർ കാറ്ററിനെ കോൺവെന്റിൽ നിന്ന് മനഃപൂർവ്വം മറ്റെവിടെയെങ്കിലും ഓടിപ്പോയി കാണുമെന്ന് സിസ്റ്റർ വെർജീനിയയും കൂട്ടാളികളും കോൺവെന്റിലാകെ പറഞ്ഞു വരുത്തി. പക്ഷെ അധികം താമസിയാതെ കോൺവെന്റിലെ കിണറ്റിൽ നിന്ന് ജീർണിച്ച നിലയിലുള്ള സിസ്റ്റർ കാറ്ററീനയുടെ തലയോട്ടി കണ്ടെത്തി. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കോൺവെന്റിലെ കോഴിക്കൂടിനടുത്തായി അവരുടെ ബാക്കി ശരീരഭാഗങ്ങൾ കുഴിച്ചിട്ട നിലയിലും കണ്ടെത്തി. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ആര്, എന്തിനു വേണ്ടി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇതെല്ലാം കണ്ട് തങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഭയന്നു നിന്ന സിസ്റ്റർ വെർജീനിയയുടെ സഹായികളായ കന്യാസ്ത്രീകളോട് ഇവിടെ നടന്ന കാര്യങ്ങൾ അബദ്ധത്തിൽ പുറത്തറിയാൻ ഇടയായാൽ ഇതേ വിധി തന്നെ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് സിസ്റ്റർ വെർജീനിയ അവരെ ഭീഷണിപ്പെടുത്തി. ക്രമേണ ഈ കേസിനെ സംബന്ധിച്ച പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. ഇതിനെപ്പറ്റി കേൾക്കാനിടയായ ഒസിയോ ഒരുപക്ഷെ തങ്ങളുടെ കൂടെ നിന്നവരിൽ നിന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തറിയുമെന്ന് ഭയന്ന് കോൺവെന്റിലേക്കുള്ള കള്ളത്താക്കൽ ഉണ്ടാക്കി തന്ന കൊല്ലപ്പണിക്കാരനെ തന്നെ ഒസിയോ ആദ്യം കൊലപ്പെടുത്തി. പിന്നെയുള്ളത് കോൺവെന്റിലെ കന്യാസ്ത്രീകളായിരുന്നു. അവരും ഇല്ലാതായാൽ താങ്കൾ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് ഒസിയോ ഓരോരുത്തരെയായി വകവരുത്താൻ തീരുമാനിച്ചു. അതിനായി അയാൾ 1607 നവംബർ 29 സിസ്റ്റർ ഒട്ടോവിയ റിച്ചിയെ കൊല്ലുന്നതിനായി അവരെ പിടികൂടി പുഴയിലേക്ക് എറിഞ്ഞു. എന്നാൽ അവർ പുഴയിൽ നിന്ന് ഒരുവിധം നീന്തി രക്ഷപ്പെട്ടു. ഇതറിഞ്ഞ ഒസിയോ തന്റെ അടുത്ത ഇരയ്ക്കായി അവസരം നോക്കിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ കോൺവെന്റിലെത്തിയ ഒസിയോ ബെനഡിറ്റയെ കണ്ട് അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തി. സിസ്റ്റർ ബെനഡിറ്റയുടെ മരണത്തോടുകൂടി ഈ കേസിന്റെ സത്യാവസ്ഥയെല്ലാം പുറത്തു വരാൻ തുടങ്ങി. താമസിയാതെ ഇതിനെക്കുറിച്ചെല്ലാം അറിയാനിടയായ ഗവർണർ ഒസിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ഉടൻ തന്നെ കൊലപാതക കുറ്റത്തിന് ഒസിയെ അറസ്റ്റ് ചെയ്തു തടവിലാക്കുകയും ചെയ്തു. എന്നാൽ അയാൾ തന്ത്രപൂർവ്വം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ വിചാരണയിൽ അയാളുടെ അസാന്നിധ്യത്തിൽ തന്നെ അയാൾക്ക് വധശിക്ഷ വിധിച്ചു. ഒളിവിൽ പോയ ഒസിയ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചു. എന്നാൽ ഒസിയുടെ സുഹൃത്ത് അയാളെപ്പോലെ തെറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അയാൾ ഉടൻ തന്നെ പട്ടാളക്കാരെ വിവരമറിയിച്ചു. അങ്ങനെ പട്ടാളക്കാർ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഒസിയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഒസിയ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാൻ ശ്രമിച്ചപ്പോൾ പട്ടാളക്കാർ അയാളെ പിറകെ ഓടി വെടിവെച്ചു കൊന്നു. തുടർന്ന് ഒസിയയുടെ സ്വത്തുവകകൾ കണ്ടെത്തി അത് നശിപ്പിക്കുകയും ചെയ്തു. കോൺവെന്റിലെ കൊലപാതകത്തെയും അഴിമതിയെയും കുറിച്ച് അറിയാനിടയായ ആർച്ച് ബിഷപ്പ് ഫെഡറിബെ ബെറാമിയോ ഈ കേസിലെ കുറ്റക്കാരിയായ സിസ്റ്റർ വെർജീനിയക്കെതിരെ കാനോനിക്കൽ വിചാരണ നടത്താൻ ഉത്തരവിട്ടു. 1607 നവംബർ 27 സിസ്റ്റർ വെർജീനിയയുടെ വിചാരണ തുടങ്ങി. വികാരിയായ ഗെറലോമോ സെറസിനോ സിസ്റ്റർ വെർജീനിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി സിസ്റ്റർ നൽകിയ മറുപടി പൈശാചിക ശക്തിയുടെ പ്രേരണയാൽ തനിക്ക് ചിന്താശക്തി നഷ്ടമായതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അവർ സ്വയം ന്യായീകരിച്ച് സംസാരിച്ചു. തുടർന്ന് ഈ കേസിൽ അവരുടെ സഹായിയായിരുന്ന പുരോഹിതനായ പൗലോ അരിസോണയെ വിചാരണ ചെയ്തു. എന്നാൽ അയാൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് അയാൾക്ക് നേരെ പീഡനമുറകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനിടെ സിസ്റ്റർ വെർജീനിയെ ചോദ്യം ചെയ്തപ്പോൾ കേസിലെ അയാളുടെ പങ്ക് അവർ കൃത്യമായി പറഞ്ഞു. കൂടാതെ അരിസോണയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി അയാളുടെ സേവകനെയും ഭാര്യയെയും പീഡനമുറകൾക്ക് ഇരയാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിനും വിചാരണയ്ക്കുമൊടുവിൽ 1608 ഒക്ടോബർ 18 സിസ്റ്റർ വെർജീനിയെ സാന്ത വലറിയുടെ ഭവനത്തിലെ ഇരുളടഞ്ഞതും ഇഷ്ടികകൾ കൊണ്ട് കെട്ടിമറിച്ചതുമായ മുറിക്കുള്ളിൽ തടവിലാക്കാനായി ഉത്തരവിട്ടു. നീണ്ട 14 വർഷം ഒന്ന് സ്വസ്ഥമായി നടക്കാനോ കിടക്കാനോ കഴിയാത്ത തടവറയ്ക്കുള്ളിൽ വൃത്തിഹീനമായ അവസ്ഥയിൽ അവർ കഴിഞ്ഞു. തുടർന്ന് 1622 അവർ തടവറയിൽ നിന്ന് മോചിതയായി. ഒടുവിൽ 1650 തന്റെ 75-ാം വയസ്സിൽ അവർ മരിക്കുകയും ചെയ്തു. മരിക്കുന്നതുവരെ ആ കോൺവെന്റിൽ തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. തന്റെ ജീവിതത്തിലെ കുറ്റങ്ങളും തെറ്റുകളും സിസ്റ്റർ വെർജീനിയെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധയെയും ക്രൂരയുമായ കന്യാസ്ത്രീയാക്കി മാറ്റി. സിസ്റ്റർ വെർജീനിയയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിരവധി സിനിമകളും നാടകങ്ങളും പുസ്തകങ്ങളും ഉണ്ടായിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും സിസ്റ്റർ വെർജീനിയയുടെ കഥ അറിയപ്പെടുന്നു.